കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജ് ബലാത്സംഗ കൊലപാതക കേസിൽ പ്രതിഷേധ സമരം പിൻവലിച്ച ഡോക്ടർമാർ ജനക്ഷേമം മുൻനിർത്തിയുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശം കണക്കിലെടുത്താണ് തീരുമാനമെന്നും പ്രതിഷേധം മറ്റൊരു രൂപത്തിൽ തുടരുമെന്നും ഡോക്ടർമാരുടെ സംഘടനകൾ വ്യക്തമാക്കി. അതേസമയം കേസിൽ ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെയും 4 ഡോക്ടർമാരെയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കാൻ CBI നടപടി തുടങ്ങി. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെയും ആശുപത്രിയിലെ 4 ഡോക്ടർമാരെയും നുണപരിശോധന നടത്താൻ CBIക്ക് പ്രത്യേക കോടതി അനുമതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് CBI ഈ ആവശ്യവുമായി കോടതിയെ സമീപിച്ചത്. കൊലപാതകത്തിന് ശേഷമുള്ള ആശുപത്രി നടപടികളിൽ CBI സംശയമുന്നയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് നുണപരിശോധന. അതേസമയം വിഷയത്തിൽ രാജ്യവ്യാപകമായി നടത്തിവന്ന പ്രതിഷേധ സമരം അവസാനിപ്പിക്കുകയാണെന്ന് ഡോക്ടർമാരുടെ സംഘടന അറിയിച്ചു. പ്രതിഷേധ സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന ഡോക്ടർമാരുടെ സംഘടനയായ ഫെയ്മയുടെ ചെയർമാൻ ഡോക്ടർ രോഹൻ കൃഷ്ണൻ OP വിഭാഗം പുനരാരംഭിക്കാൻ തീരുമാനിച്ചുവെന്നും മറ്റൊരു രൂപത്തിൽ പ്രതിഷേധം തുടരുമെന്നും അറിയിച്ചു. OPD के सर्विसेज और मरीजों से लेकर के मरीजों के हित के सारे काम के जो सर्विसेज हमने रोके थे, हम आग्रह करते हैं अपने सभी भाइयों से, रेजिडेंट भाइयों और बहनों से कि वो फिर से अपने काम पर लौट जाएं और पेशेंट वेलफेयर के लिए पूरे हित में काम करें. എല്ലാ റെസിഡന്റ് ഡോക്ടർമാരോടും മടങ്ങിവന്ന രോഗികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കാൻ അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുജനക്ഷേമം കണക്കിലെടുത്ത് സമരം പിൻവലിക്കാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് പ്രതിഷേധ സമരം പിൻവലിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും നിയമ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.